my YouTube channel, Trinity Voice. ചിന്തിക്കുകിൽ പരതേ ശികൾ വെറുമന്യർ നാമി ഭൂവിൽ നിലയില്ല വാസമോർക്കിൽ. ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യർ നാമി ഭൂവിൽ നിലയില്ല വാസമോർക്കിൽ. പ്രതിഗാനം മുഴക്കി നാം പാടിയിടാം ഭക്തർ പാതേ നോക്കിക്കൊണ്ടോടിയിടാം. പരിതാപമകന്നു നാം വാണിടും സുരലോകേ പരനേശുവോടുകൂടെ. പരിതാപമകന്നു നാം വാണിടും സുരലോകേ പരനേശുവോടുകൂടെ. ഇനി നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 10 വേർഡ്സ് 14 and 15. ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു, കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. ആൻഡ് പത്രൂഹീം ആൻഡ് കസ്ലൂഹീം, ഔട്ട് ഓഫ് whom came Philistine and Hafstodi. And Canaan begat Sidon, his firstborn and head. കനാൻ തൻ്റെ ആദിജാതനായ സീദോൻ, ഹേത്ത്. സെക്കൻഡ് സെഷൻ വാറൻസിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. എവരി ആക്ടിവിറ്റി can be transformed into an act of worship when you do it for the praise, glory and pleasure of God. The Bible says, so whether you eat or drink or whatever you do it all for the glory of God. Martin Luther said, a dairymaid can milk cows to the glory of God. How is it possible to do everything to the glory of God? By doing everything as if you were doing it for Jesus, and by carrying on a continual conversation with Him while you do it. The Bible says, whatever you do, work at it with all your heart as working for the Lord, not for man. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. Proverbs chapter 9 verse 9 and 10. സദൃശ്യവാക്യങ്ങൾ 9-10 വാക്യങ്ങൾ. ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. Give instruction to a wise man and he will be yet wiser. Teach a just man and he will increase in learning. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാവുന്നു. The fear of the Lord is the beginning of wisdom, and the knowledge of the holy is understanding. Fourth session മത്തായി എഴുതിയ സുവിശേഷം. മത്തായി 2:22. മാത്യു ചാപ്റ്റർ 2 വേഴ്സ് 22. എന്നാൽ യഹൂദയിൽ അർക്കലയോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ട് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. But when he heard that Archelaus did reign in Judea in the room of his
Father Herod. He was afraid to go thither, notwithstanding being warned of God in a dream. He turned aside into the parts of Galilee. നമുക്ക് 5th സെഷനിലേക്ക് പോകാം. ആ പുസ്തകം പഠിപ്പിച്ചത് ആവർത്തനം 6:1 മുതൽ 9 വരെയും 12 മുതൽ 15 വരെയും. ജനം അനുസരിക്കേണ്ടതിന് യഹോവയായ ദൈവം മോശയ്ക്ക് നിരവധി കൽപ്പനകൾ നൽകി. എന്നാൽ യോശിയ രാജാവിന് മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാർ ദൈവത്തിൻ്റെ നിയമങ്ങൾ ജനത്തെ ഉപദേശിക്കുന്നതിൽ പരാജയപ്പെട്ടു. നീയും നിന്റെ മക്കളും നിന്റെ ദൈവമായ യഹോവയെ ബഹുമാനിക്കുകയും നിന്റെ ജീവകാലമൊക്കെയും അവൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും വേണം. നീ ശക്തിയുള്ള ജനതയായിത്തീരും. ദേശത്ത് നിനക്ക് വേണ്ടതെല്ലാം ധാരാളം ഉണ്ടായിരിക്കും. ഇസ്രായേലെ, ഓർക്കുക, യഹോവയായ ദൈവം ഏക ദൈവമാവുന്നു. നീ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിന്റെ കർത്താവായ ദൈവത്തെ സ്നേഹിക്കുക. ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകൾ ഒരിക്കലും മറക്കരുത്. ഈ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴിയിൽ കൂടെ നടക്കുമ്പോഴും അത് ഉച്ചരിക്കുക. നീ വിശ്രമിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അവ ഉരുവിടുക. നിന്റെ കയ്യിൽ അവ കെട്ടുകയും നെറ്റിയിൽ ധരിക്കുകയും ചെയ്യുക. വീടിൻ്റെ കട്ടളമേലും പടിവാതിലിലും അവ എഴുതി വയ്ക്കുക. യഹോവയെ മറക്കരുത്. നീ അടിമയായിരുന്നപ്പോൾ നിന്നെ അവൻ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. നിന്റെ യഹോവയായ ദൈവത്തെ ബഹുമാനിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക. അവൻ്റെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുക. നിന്റെ ചുറ്റുമുള്ളവർ ചെയ്യുന്നത് പോലെ അന്യദേവന്മാരെ നമസ്കരിക്കരുത്. നിന്റെ യഹോവയായ ദൈവം നിന്നോട് കൂടെയുണ്ട്. അവനെ മാത്രമേ നീ സ്നേഹിക്കാവൂ. യോശുവ ന്യായപ്രമാണത്തിലുള്ള വിശ്വാസം അടക്കിക്കൊണ്ടിരുന്നു. 2 രാജാവ് 23:1 മുതൽ 6 വരെ. യോശിയ രാജാവ് യെരൂശലേമിലും യഹൂദയിലുമുള്ള എല്ലാ പ്രധാനികളെയും വിളിച്ചുകൂട്ടി. അവർ പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഒപ്പം ആലയത്തിലേക്ക് പോയി. ധനികരും ദരിദ്രരുമായ എല്ലാ ജനങ്ങളും അവിടെ കൂടി. ആലയത്തിൽ കണ്ടെത്തിയ ദൈവത്തിൻ്റെ നിയമപുസ്തകം രാജാവ് ഉറക്കെ വായിച്ചു. പിന്നീട് അവൻ രാജസ്തംഭത്തിൻ്റെ അടുത്ത് വന്ന് യഹോവയെ അനുസരിക്കും എന്ന് ഉടമ്പടി ചെയ്തു. പുസ്തകത്തിൽ എഴുതിയിരുന്നതെല്ലാം അനുസരിക്കുവാൻ അവൻ തയ്യാറായിരുന്നു. യഹോവയുടെ നിയമങ്ങൾ അനുസരിക്കുമെന്ന് ജനങ്ങളും ഉടമ്പടി ചെയ്തു. അതിനുശേഷം ബാലിനെയും അശേരയെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നതെല്ലാം ദൂരെ എറിഞ്ഞിക്കളയുവാൻ യോശുവ പുരോഹിതന്മാരോടും സഹായികളോടും കൽപ്പിച്ചു. അവയെല്ലാം കിദ്രോൻ താഴ്വരയ്ക്ക് സമീപമുള്ള പട്ടണത്തിന് വെളിയിൽ ചുട്ടുകളഞ്ഞു. അതിൻ്റെ ചാരം ബേഥേലിലേക്ക് അയച്ചു. പ്രവാചകന്മാർ ദുഷ്ടതയ്ക്കെതിരെ സംസാരിക്കുന്നു. ആമോസ്, മീക, ഹോശേയ എന്നീ പ്രവാചകന്മാർ ദുഷ്ടതയ്ക്കെതിരെ ശക്തമായി സംസാരിച്ചെങ്ങനെയെന്ന് നമുക്കിനി വായിക്കാം. BC 740-നും 690-നും ഇടയിലാണ് അവർ ജീവിച്ചിരുന്നത്. ജനം മാനസാന്തരപ്പെടണമെന്നും ഓരോരുത്തരും മറ്റുള്ളവരോട് മര്യാദയായി പെരുമാറണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ ദൈവം അവരിൽ പ്രസാദിക്കുകയില്ലെന്നും യാഗാർപ്പണങ്ങളെല്ലാം പിന്നെ അർത്ഥമില്ലാത്തതാകുമെന്നും അവർ ഓർപ്പിച്ചു. ദൈവം തിന്മ വെറുക്കുന്നു. ആമോസ് 5:14 മുതൽ 15 വരെ, 21 മുതൽ 24 വരെ. ആമോസ് പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ വളരെ സമൃദ്ധി ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമൃദ്ധിയെല്ലാം സമ്പന്നരിൽ മാത്രമായി ഒതുങ്ങിയിരുന്നു. ധനികർ പാവങ്ങളെ പീഡിപ്പിക്കുന്നതും പതിവായിരുന്നു. അതുകൊണ്ട് നീതിക്ക് വേണ്ടിയായിരുന്നു ആമോസ് വാദിച്ചത്. ദുഷ്ടത പ്രവർത്തിക്കാതെ നന്മ ചെയ്യാൻ ശ്രമിക്കുക, എന്നാൽ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ പറയുന്നത് പോലെ സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെയും ഇരിക്കും. തിന്മയെ വെറുത്ത് നന്മയെ സ്നേഹിക്കുക, ആലയത്തിൽ നന്മ പ്രവർത്തിക്കുക, എന്നാൽ ഒരുപക്ഷെ യഹോവ അവശേഷിക്കുന്ന ജനത്തോട് കരുണ കാണിക്കും. യഹോവ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെല്ലാം വെറുക്കുന്നു. ഞാൻ അവയുടെ നടുവിലില്ല. എനിക്ക് മൃഗയാഗമോ മറ്റ് യാഗങ്ങളോ അർപ്പിക്കരുത്. നിങ്ങളുടെ അർത്ഥശൂന്യമായ ഗാനം നിർത്തുക. നീതി അരുവി പോലെയും നന്മ നദി പോലെയും ഒരിക്കലും പറ്റാതെ ഉയർത്തും. നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാം. കണ്ടന്റ് ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്.
ഇവരിൽ നിന്ന് ഫെലിസ്തീർ ഉത്ഭവിച്ചു, കഫ്തോരിം എന്നിവരെ ജനിപ്പിച്ചു. ആൻഡ് പത്രൂസിം ആൻഡ് കസ്ലൂഹിം, ഔട്ട് ഓഫ് whom came ഫിലിസ്തീം ആൻഡ് കഫ്തോരി. കനാൻ തൻ്റെ ആദ്യജാതനായ സീദോൻ ഹേത്ത്. ആൻഡ് കനാൻ begat സീദോൻ ഹിസ് ഫസ്റ്റ് ബോൺ ആൻഡ് ഹേത്ത്. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന്. സോ വെദർ യു ഈറ്റ് or drink or whatever you do it all for the glory of God. Martin Luther said, a dairy maid can milk cows to the glory of God. Third session, Proverbs അല്ലെങ്കിൽ സദൃശ ജ്ഞാനിയെ പ്രബോധിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ ജ്ഞാനം വർദ്ധിക്കുമെന്നും നീതിമാൻ ഉപദേശിക്കാവൻ വിദ്യാഭ്യാസത്തെ പ്രാപിക്കുമെന്നുമാണ്. ഗിവ് ഇൻസ്ട്രക്ഷൻ ടു എ വൈസ് മാൻ ആൻഡ് ഹി വിൽ ബി യെറ്റ് വൈസർ. ടീച്ച് ജസ്റ്റ് മാൻ ആൻഡ് ഹി വിൽ ഇൻക്രീസ് ഇൻ ലേണിംഗ്. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധിനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാവുന്നു. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാവുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ വേറൊരു വേദഭാഗത്തിൽ കാണുന്നു. Fear of the Lord is the beginning of wisdom, and the knowledge of the holy is understanding. Fourth session, മാത്യു ചാപ്റ്റർ ആണ് അതിനകത്ത്. എന്നാൽ യഹൂദയിൽ അർക്കലോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ട് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. ബട്ട് വെൻ ഹി ഹിയർഡ് ദാറ്റ് അർക്കലോസ് ഡിഡ് reign in Judea in the room of his father Herod, he was afraid to go thither, notwithstanding being warned of go in a dream, he turned aside into the parts of Galilee. അപ്പം നമ്മളെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.